ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ കുറേ ദിവസമായി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമുക്കപ്പോൾ കുറച്ചു നേരം വർക്കൗട്ട് ചെയ്യാം. ഇവിടെ പിന്നെ ഡംബൽസ് ഇരിക്കുന്നുണ്ട്, നമുക്ക് ഡംബൽസ് എടുത്ത് പൊക്കാം. ഒരു മിനിറ്റ്, അവിടെ എന്തുണ്ടല്ലോ ഗൈസ്, നിങ്ങൾ വലുതും ശ്രദ്ധിച്ചാ? അവിടെ ഒരു ബലൂണുണ്ട്. ഇതാ മറ്റേ ഹോട്ട് എയർ ബലൂണല്ലേ? ഈ ബലൂണിൽ ഇരുന്നാലേ നമുക്ക് പറന്ന് പോകാൻ പറ്റും. ഇത് വലിയൊരു ബലൂണാ. ഇതിൽ പിന്നെ തീയൊക്കെ കത്തുണ്ട്. ഇത് പിന്നെ സംഭവം കൊള്ളാണ്ടാ, നൈസായിണ്ട്. ഞാൻ പിന്നെ കുറേ ദിവസമായിട്ട് ആലോചിക്കായിരുന്നു ഹോട്ട് എയർ ബലൂണിൽ കയറിയാലോ എന്ന്. ഇന്നപ്പോൾ നമുക്ക് കയറാൻ പറ്റണോ? എന്തുട്ടായാലും നോക്കി നോക്കാം. ആ ബലൂൺ പക്ഷേ പോലീസ് സ്റ്റേഷനിലാണ് ഇരിക്കണേ. പോലീസ് സ്റ്റേഷൻ്റെ റൂഫിൻ്റെ മേലെയാ അതുള്ളത്. നമുക്കപ്പോൾ പോലീസുകാരോട് ചോദിക്കേണ്ടി വരും. പോലീസുകാരായതുകൊണ്ട് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഒന്ന് ചോദിച്ചു നോക്കാം. നമുക്കപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മളെങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാ. ശരിക്കും വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല, പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ആ ബലൂണിൽ കയറാൻ പറ്റണോ? നമുക്ക് ഈ സാറിനോട് ചോദിച്ചു നോക്കാം. ഹലോ സാറേ, അതെ, അവിടെ മേലെ ഒരു ബലൂണില്ലേ, എനിക്ക് ആ ബലൂണിൽ കയറാൻ പറ്റുമോ? ഇല്ലില്ല, നിനക്ക് ആ ബലൂണിൽ കയറാൻ പറ്റില്ല. അത് പോലീസുകാർക്ക് യൂസ് ചെയ്യാനുള്ള ബലൂണാ, സാധാരണക്കാർക്ക് പറ്റില്ല. അതെന്തുട്ടാ? എനിക്ക് ആ ബലൂണിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. സാറേ, ഞാൻ വേണമെങ്കിൽ പൈസ തരാം, എനിക്ക് ആ ബലൂണിൽ ഒന്ന് കയറാൻ പറ്റുമോ പ്ലീസ്? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിനക്ക് ആ ബലൂണിൽ കയറാൻ പറ്റില്ല, അത് സാധാരണക്കാർക്കല്ല, പോലീസുകാർക്കാ. അതെ, തൽക്കാലം ഇവിടുന്ന് സ്ഥലം കേട്ടോ. എന്നാലും ഇതൊന്നിട്ട് പരിപാടിയാ. നമുക്ക് ബലൂണിൽ കയറാൻ പറ്റിയില്ല. ആ ബലൂൺ പോലീസിൻ്റെന്ന്. എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലാവണില്ല, ഈ പോലീസുകാർക്ക് എന്തിനാ ബലൂണ്? അവർക്ക് ഹെലികോപ്റ്റർ അല്ലേ വേണ്ടേ? കള്ളന്മാരെ പിടിക്കാനായിട്ട് ഹെലികോപ്റ്ററാണ് നല്ലത്. ഇവർക്ക് എന്തിനാണോ ബലൂൺ? എനിക്കെന്തായാലും ആ ബലൂണിൽ കയറണം, എനിക്കതിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ലേട്ടാ, പോലീസുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടില്ലേ? അതുകൊണ്ട് നമുക്കേ ആ ബലൂൺ അടിച്ചു മാറ്റണം. ഇനിയിപ്പോൾ അതന്നെ നടക്കുള്ളൂ. പക്ഷേ ബലൂണൊക്കെ അടിച്ചു മാറ്റാന്ന് പറഞ്ഞാലേ അതത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ആ ബലൂൺ പോലീസ് സ്റ്റേഷനിലാണ് ഇരിക്കണേ. ഇയാൾ എന്തിനാ വണ്ടി നിർത്തിയേ? എടുത്തോണ്ട് പോടാ. എനിക്കിപ്പോൾ ലിഫ്റ്റൊന്നും വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ആ ബലൂൺ അടിച്ചു മാറ്റണം. ആ ബലൂൺ പക്ഷേ പോലീസ് സ്റ്റേഷൻ്റെ റൂഫിലാണല്ലേ. റൂഫിൻ്റെ മേലേക്ക് എങ്ങനെ കയറുക? ഞാനിപ്പോൾ അത് ആലോചിക്കണേ. റൂഫിൻ്റെ മേലെ കയറാനായിട്ട് അവിടെ സ്റ്റെപ്പൊന്നുമില്ല. നമുക്ക് റൂഫിൻ്റെ മേലേക്ക് പറന്ന് പോകേണ്ടി വരും. അതിനായിട്ട് ഒരു ജെറ്റ് പാക്ക് വേണം. ഇനിയിപ്പോൾ ജെറ്റ് പാക്ക് അവിടെ നിന്ന് സെറ്റാക്കുക. ഒരു മിനിറ്റ്, നമ്മുടെ സോമൻ്റെ കയ്യിലേ ഒരു ജെറ്റ് പാക്ക് ഉണ്ട്. അവൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. നമുക്കപ്പോൾ അവനോട് ഒന്ന് ചോദിച്ചു നോക്കാം, അവൻ ചിലപ്പോൾ നമുക്ക് തരും. അപ്പോൾ ഇതാണ് സോമൻ്റെ വീട്. എടാ സോമ, പുറത്തേക്ക് വാടാ. സോമൻ വീട്ടിലില്ലേ? ഇവിടെ അവൻ്റെ വണ്ടിയൊന്നും കാണാനില്ല ഏട്ടാ. അവൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാണ്ടിരിക്കില്ല. ഇവിടെ ഇപ്പോൾ ലിവിങ് റൂമിലില്ല. ഇപ്പുറത്തെ റൂമിലുണ്ടാ? ഇപ്പുറത്തെ റൂം പിന്നെ ഫുള്ള് കാലിയാ, ഇതിനകത്തൊന്നുമില്ല. എന്നാൽ പിന്നെ നമുക്ക് മേലെ കയറി നോക്കി നോക്കാം. സോമൻ മിക്കവാറും കക്കൂസയിലാവും. എടാ സോമ, പുറത്തേക്ക് വാടാ. ഇവൻ കക്കൂസയിലില്ലേ? ഇവനപ്പോൾ വീട്ടിലുണ്ടാവില്ല ഏട്ടാ. അടുക്കളയിലും നോക്കി നോക്കാം. ഇവിടെ അടുക്കളയിലും ഇല്ല. സോമനപ്പോൾ വീട്ടിലില്ല. ഇവനിത് എങ്ങോട്ടേക്കാണോ പോയേ? എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് ആ ജെറ്റ് പാക്ക് വേണം. അതെ, നമുക്ക് സോമനെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവനിത് എങ്ങോട്ടേക്കാണോ പോയേ? എടാ സോമ, അതെ, നിന്റെ കയ്യിൽ ഒരു ജെറ്റ് പാക്ക് ഇല്ലേ? അതെവിടെയാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് വേണമായിരുന്നു. ജെറ്റ് പാക്കാ? നിനക്കൊപ്പം തന്നെ ജെറ്റ് പാക്ക്? അത് പക്ഷേ എൻ്റെ കയ്യിലില്ല, എൻ്റെ വീട്ടിലില്ല. ആ സ്റ്റണ്ട് റേസ് ഒക്കെ നടക്കുന്ന സ്ഥലല്ലേ, അവിടെ ടവറിൻ്റെ ഒരു റാമ്പില്ലേ, ആ റാമ്പിൻ്റെ മേലെയാ ആ ജെറ്റ് പാക്ക് ഉള്ളത്. നീ അവിടെ പോയിട്ട് ഒന്ന് നോക്കി നോക്ക്. ടവറിൻ്റെ മേലെയാ? നിനക്കത് വെക്കാനായിട്ട് വേറെ സ്ഥലം കിട്ടിയില്ലേ? എന്നാൽ ശരി, ഞാൻ പോയിട്ട് എടുത്തോളാം, എനിക്ക് അത്യാവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ സോമൻ്റെ അടുത്ത് സംസാരിച്ചേക്കാ. സോമൻ പറയണതേ മറ്റേ ടവറില്ലേ, ആ ടവറിൻ്റെ മേലെ ആ സാധനം ഉള്ളതെന്ന്. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ടവറിൻ്റെ മേലേക്ക് പോവാം, എന്നിട്ട് ആ ജെറ്റ് പാക്ക് അങ്ങ് എടുക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ.
അത് മാത്രല്ല, ചാനൽ ഇതൊരു സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ആ പിന്നെ ഈ മിത്ത് ഉണ്ടാവില്ലേ, മിത്തൊന്ന് കുറച്ച് കമൻറ്റ് ചെയ്തേക്കട്ടാ. ഞാൻ കുറേ ദിവസമായിട്ട് മിത്ത് ബസ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ടവറിൻ്റെ വടിക്ക് വന്നേക്കാ. ഇനിയിപ്പോൾ നമുക്ക് ഈ ടവറിൻ്റെ മേലേക്ക് കയറാം. ഇതിൻ്റെ മേലേക്ക് കയറാൻ അത്ര എളുപ്പമല്ല. ഒന്നാമത്തെ കാര്യേ, എൻ്റെ കയ്യിൽ ഡിഫൻഡറുള്ളത്. ഡിഫൻഡർ വലിയൊരു വണ്ടിയാ. ഇത് വെച്ചിട്ട് ഈ ടവറിൻ്റെ മേലെ കയറാൻ ഭയങ്കര പാടാ. ഒരു ചെറിയ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഒരു ബൈക്ക് മതിയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിനി ഈ കാർ വെച്ചിട്ട് മേലേക്ക് കയറാം. ഇതിൻ്റെ മേലെയാ ആ ജെറ്റ് പാക്ക് ഉള്ളത്. എന്നാലും സോമന് വേറെ സ്ഥലം കിട്ടിയില്ലേ, ഇതിൻ്റെ മേലെ അത് വെക്കാൻ പറ്റുള്ളൂ. അയ്യോ, വീഴല്ലേ, ജസ്റ്റ് മിസ് ഇട്ടാ. ഇപ്പം തന്നെ അടിയിലേക്ക് പോയനെ. സീനില്ല, നമുക്ക് എങ്ങനെയൊക്കെയോ മേലേക്ക് കയറാം. ഓക്കെ, നമ്മളെങ്ങനെയൊക്കെയോ മേലേക്ക് കയറിയേക്കാണ് കേട്ടാ. എവിടെ ജെറ്റ് പാക്ക്? ജെറ്റ് പാക്ക് ഇത് എവിടെ ഉണ്ട് കേട്ടാ. നമുക്കിനി പോയിട്ട് അതെടുക്കാം. ഇത് പിന്നെ ഒരു ചെറിയ ജെറ്റ് പാക്കാ. ചെറുതായാലും കുഴപ്പമില്ല, തൽക്കാലം ഇതൊക്കെ മതി. ഇതെങ്ങനെ യൂസ് ചെയ്യുക? ഇതെന്താ പൊന്താത്ത? ഓക്കെ, അതെങ്ങനെ പൊങ്ങി? ഇതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാ ജെറ്റ് പാക്ക് യൂസ് ചെയ്യണേ. എന്നിട്ടായാലും കുഴപ്പമില്ല, നമുക്കപ്പോൾ നേരെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് ആ ബലൂണും കടിച്ചു മാറ്റാം. ഓക്കെ, നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാ. ഈ ബലൂണാ നമുക്ക് അടിച്ചു മാറ്റണ്ടേ. ഇവിടെ പിന്നെ റൂഫിൽ ആരും നിൽക്കണില്ല ഏട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചു റൂഫിൽ ഇഷ്ടംപോലെ പോലീസുകാരുണ്ടാവുമെന്ന്. പക്ഷെ ഇവിടെ ഒരാളും ഇല്ല. ഇതിപ്പോൾ പറ്റിയ സമയമാ, നമുക്കിതങ്ങ് അടിച്ചു മാറ്റാം. ഒരാളും അറിയാൻ മോടില്ല. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഈ ബലൂണ് അടിച്ചു മാറ്റിയേക്കാണ് കേട്ടാ. ഇവിടെ ഇപ്പോൾ ഒരാളും അറിഞ്ഞില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഈ ബലൂൺ എങ്ങനെ കൺട്രോൾ ചെയ്യുക? ഞാൻ ആദ്യമായിട്ടാ ഹോട്ട് എയർ ബലൂണ് കൺട്രോൾ ചെയ്യണേ. എവിടെയെങ്കിലും പോയിട്ട് ക്രാഷ് ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്നിട്ടായാലും ഇതിൽ പോവാനേ നല്ല രസം കിട്ടാ. എനിക്കിവിടെ സിറ്റി മൊത്തം കാണാൻ പറ്റും. എന്നാലും ഇത് പോലീസുകാർക്ക് എന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് കള്ളന്മാരെ പിടിക്കാൻ പറ്റില്ല. അത് എളുപ്പമല്ല. അവർക്ക് ശരിക്കും ഹെലികോപ്റ്റർ വേണ്ടേ. നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാർക്ക് ഇതൊക്കെ മതി. ഇതൊക്കെ നല്ല രസമാണ്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക, മിത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.